പിണറായി വിജയന്റെ ആത്മകഥയിൽ നിന്നാണല്ലോ ആരംഭിച്ചത്. കുട്ടിക്കാലം മാത്രമേ പറഞ്ഞു തീർന്നിട്ടുള്ളൂ. മാജിക്കുകാരനായ പിണറായി വിജയൻ വളർന്നു കഴിഞ്ഞതോടെ കാര്യങ്ങളും മാറിമറിഞ്ഞു. കരുത്തനായ പോരാളിയായി വളരുന്നതിനിടയിൽ ജയിൽ ജീവിതവും ഏറെയുണ്ടായി. അത് അടിയന്തരാവസ്ഥയുടെ കാലമാണ്. അന്ന് ഞാൻ എം എൽ എ ആയ എന്നെ ലോക്കപ്പിലിട്ട് ഭീകരമായി തല്ലി. അന്ന് അവിടെ ഒരു SP ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തല്ലുകൊണ്ട് അതിൻ്റെ മറ്റു കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. മാസങ്ങൾ കുറേ കഴിഞ്ഞു. ഒരു ദിവസം ആ കാലത്ത് ഒരു IG ഉള്ളൂ, അലക്സാണ്ടറുടെ അന്നത്തെ IG ആയിരുന്നു അലക്സാണ്ടർ. അദ്ദേഹം ജയിൽ സന്ദർശനമാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ ഈ SP വന്നു. ഞങ്ങൾ ഈ ജയിലിൽ തടവുകാരനായിട്ട് കഴിയാണ്. സാധാരണ കുളി അതത് ദിവസം ഇടുന്ന വസ്ത്രം അലക്കുകയൊക്കെ നമ്മൾ തന്നെ ചെയ്യുകയാണല്ലോ. അപ്പോൾ ആ അലക്കിയിട്ട വസ്ത്രം എടുത്തുകൊണ്ട് ഇങ്ങ് വരുമ്പോഴാണ് ഇവരെ കാണുന്നത്. അപ്പോൾ ആ SP യോട് ഞാൻ പറഞ്ഞു, അയാളാണല്ലോ തല്ലിന് ആളി അയച്ചത്. തല്ലിൻ്റെ ഭാഗമായിട്ട് എൻ്റെ കാലിനൊക്കെ ചെറിയ പരിക്ക് പറ്റിയിരുന്നു. ഈ കാലിങ്ങനെ പൊക്കി കാണിച്ചു കൊടുത്തു. മിസ്റ്റർ തോമസ് എന്ന് വിളിക്കുകയും ചെയ്തു. അദ്ദേഹത്തെ കാല് പൊക്കി കാണിച്ചു കൊടുത്തു. ഇതാ ഇപ്പോൾ റെഡിയായിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് വിധിച്ചിട്ടുള്ളതാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടെ തന്നെ ആയിരിക്കില്ല എല്ലാ കാലവും. ഇറങ്ങിയാൽ വേണമെങ്കിൽ ഇനിയും നിങ്ങൾക്ക് തല്ല. എന്താ മിസ്റ്റർ വിജയൻ, ഞാനതിനൊന്നും ഉത്തരവാദിയല്ല. അല്ല, അക്കാര്യം മാത്രം പറയണ്ട, അതൊക്കെ നമുക്ക് തമ്മിൽ അറിയാവുന്നതാണ്. ഞങ്ങൾക്കിതൊക്കെ വിധിച്ചിട്ടുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകാരെന്ന നിലയിൽ. ആ വിധി പിന്നീടൊരിക്കൽ അടിച്ചടിച്ച് പോലീസുകാർ തളർന്നു പോകുന്ന ഘട്ടം വരെ എത്തി. അക്കാലത്തൊരിക്കൽ പിണറായിയെ പോലീസ് അറസ്റ്റ് ചെയ്ത് ഇതാ ഇങ്ങനെ കൊണ്ടുപോയി. ലോക്കപ്പിനകത്ത് ലൈറ്റ് ഇല്ല, പുറത്തേ ലൈറ്റ് ഉള്ളൂ, വരാന്തയിൽ. ആ വരാന്തയിലെ ലൈറ്റ് ഇങ്ങകത്ത് കുറച്ച് വരുന്നെന്ന് മാത്രമേ ഉള്ളൂ. അവിടെ വരാന്തയിലെ ലൈറ്റ് ആ വെളിച്ചത്തിൽ രണ്ടാളുകൾ കടന്നു വന്നു. രണ്ടാളുകൾ കടന്നു വന്നാൽ എന്താ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് അറിയില്ല. എനിക്ക് അന്നേരം തന്നെ മനസ്സിലായി എന്തിനാ അവർ വരുന്നത്. അപ്പോൾ അവർ വന്നു, എന്താ നിന്റെ പേര് എന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ പേര് വിജയൻ. അപ്പോൾ ഇവർ എന്തിനാണ് വന്നത് എന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്ത് വിജയനാ? പിണറായി വിജയൻ. ഓ, പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഈ ഇവരാവർത്തിക്കുകയാണ് ഒരുത്തൻ. അത് ആവർത്തിച്ച് തീരുന്നതിന് മുൻപ് അവൻ്റെ അടി വന്നു. ഈ അടി ശരീരത്തിൽ കൊള്ളാതിരിക്കാനുള്ള താല്പര്യമൊക്കെ നമ്മൾ പ്രകടിപ്പിക്കുമല്ലോ. അപ്പോൾ കൈ ഇങ്ങനെ വെച്ച് അടി തടുക്കുന്നൊരു തടിയെടുക്കും. അപ്പോൾ ഇവർ രണ്ടാളും മാറി മാറി അടിക്കാൻ തുടങ്ങി. രണ്ടാളും അടിച്ച് ഞാൻ അടി കൊള്ളുക എന്നുള്ളതേ ഉള്ളൂ, തിരിച്ചടിക്കാൻ പറ്റില്ലല്ലോ. സാധാരണ പുറത്തുനിന്നാണെങ്കിൽ അടിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തിരിച്ചടിച്ചു പോകുമല്ലോ. ഇത് തിരിച്ചടിക്കാനൊന്നും പറ്റില്ല, അടി നമ്മൾ വാങ്ങിക്കൂട്ടണം. ഇവർ രണ്ടാളും അടിച്ചടിച്ച് ഇവർ തളർന്നു. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇവൻ എന്താടാ വീഴാത്തത്, ഞാൻ വീഴ്പ്പിച്ചു തരാമെന്ന്. അപ്പോൾ അവന് ഈ വീഴ്പ്പിക്കാനുള്ള ചില പ്രയോഗങ്ങളുണ്ട്. നമ്മുടെ പഴയ സമ്പ്രദായങ്ങളിൽ ചില പിടുത്തത്തിലൂടെയൊക്കെ ആളെ വീഴ്പ്പിക്കുന്ന ഒരു സമ്പ്രദായങ്ങൾ. അപ്പോൾ അവനെന്തോ അങ്ങനെ ഒരു പിടുത്തം അറിയാം, ആ പിടുത്തത്തിലൂടെ വീഴ്പ്പിക്കാനാണ്. അങ്ങനെ അവൻ എന്നെ വീഴ്പ്പിക്കാനുള്ള ഒരു പിടുത്തായി. അന്നൊന്നും ആ കാലത്ത് അങ്ങനെ വീഴില്ലേ. അപ്പം ഞാൻ നേരെ മാറി ഇങ്ങോട്ട്, നീ എന്ത് വീഴ്പ്പിക്കാനടാ നീ വീഴ്പ്പിക്കുന്നത്? വർത്തമാനം അങ്ങോട്ട് പറയല്ലോ. അതുപോലെ ഈ നിങ്ങളോട് ഇപ്പോൾ പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല, വർത്തമാനം കുറച്ച് കഠിനമായിട്ട് അങ്ങോട്ട് പറയല്ലോ. അപ്പോൾ അടി ഇതൊക്കെ ഒരായി. ഒരാൾ കൂടി കടന്നു വന്നു, മൂന്നാളായി. മൂന്നാള് കൂടി അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ വീണ് ഉടനെ തന്നെ എഴുന്നേറ്റു. പിന്നെ അടിച്ചു. പിന്നെ അടി ഇങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെയും വീണു. ഇങ്ങനെയല്ലേ വീഴുന്നത് മുമ്പോട്ട്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മുടെ അവിലിടിക്കുന്ന കണ്ടില്ലോ നിങ്ങൾ, അവരിങ്ങനെ ചവിട്ടുന്ന അങ്ങനെ മാറി മാറി ചവിട്ടും. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നുണ്ട് എൻ്റെ ശരീരത്തിലുള്ള ഈ ഷർട്ടിൻ്റെ അടിയിലൊരു ബനിയൻ എപ്പോഴും ഉണ്ടാവും. എൻ്റെ ആ ബനിയൻ ആരോ ഊരുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അതൊന്നും മനസ്സിലാകുന്നില്ല. പിന്നെ രാവിലെ ആയപ്പോഴാണ് കാര്യം ശരിക്കും പിടികിട്ടുന്നത്. അപ്പോൾ രാവിലെ പ്രഭാത കൃത്യങ്ങൾക്ക് പോകണമല്ലോ. അപ്പോൾ രാവിലെ മുഖം കഴുകണം. ആ പോലീസ് ലോക്കപ്പിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കിണറുണ്ട്, അവിടെ എത്തി അവിടെ നിന്ന് വെള്ളം എടുക്കണം. അപ്പോൾ ഞാനൊക്കെ ബക്കറ്റങ്ങ് ഇട്ടു, ഇതെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോഴാണ് തല്ലിൻ്റെ നില മനസ്സിലാകുന്നത്. ഇതങ്ങോട്ട് വലിക്കാൻ പറ്റുന്നില്ല, ഈ കൈ അനങ്ങുന്നില്ല. ഇതൊക്കെ കേട്ട് ഇനി തൻ്റെ ആരാധകർ കാലുമാറിക്കളയുമോ എന്ന പേടിയിലാണ് VS അച്യുതാനന്ദൻ. VSനെ പേടിപ്പിക്കാനാണെങ്കിൽ ആളുകൾ നിരവധിയുണ്ട് താനും. V മുരളീധരനെ പോലുള്ളവർ. അതൊരു ഇടവേള കഴിഞ്ഞ് അദ്ദേഹം നിക്കർ തയ്പ്പിക്കലും ബനിയൻ തയ്പ്പിക്കലും ഒക്കെയാണ് ഇപ്പോൾ അദ്ദേഹം അത് രണ്ടാമതും പരിശീലിക്കാൻ തുടങ്ങി.